നമസ്തേ. ടാരോഡി ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്ന റീഡിങ്സ് നിങ്ങളോട് അവർക്കുള്ള സ്നേഹം എത്രത്തോളം ആഴത്തിലുണ്ടെന്നും അത് അവർ നിങ്ങളിലേക്ക് പ്രകടിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ, നിങ്ങളിലേക്കത് അവരെത്രത്തോളം നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു പോസിറ്റീവായ തീരുമാനമെടുക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതുമാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. അപ്പം നിങ്ങളെ അവരെത്രത്തോളം ആഴത്തിൽ സ്നേഹിക്കുന്നുണ്ട് എന്നും പ്ലസ് അത് നിങ്ങളിലേക്ക് പ്രകടിപ്പിക്കാൻ നിങ്ങൾക്കത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ള ഒരു എനർജിയാണ് എടുക്കുന്നത്. നിങ്ങൾ ഏത് വ്യക്തിക്ക് വേണ്ടിയിട്ടാണോ ഈ ഒരു റീഡിങ്സ് കാണാൻ പോകുന്നത്, ആ പേഴ്സണെ മനസ്സിൽ വിചാരിച്ച് ആ വ്യക്തിയുടെ പേരൊരു 3 പ്രാവശ്യമെങ്കിലും പറഞ്ഞ് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ എനർജിയെ കണക്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുള്ള പോസിറ്റീവായ നല്ല ഒരു റീഡിങ്സ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട്. അതുപോലെ എൻ്റെ റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ, പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. പേഴ്സണൽ റീഡിങ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും പേഴ്സണൽ റീഡിങ്സ് എടുത്തു നോക്കുക. പേഴ്സണൽ റീഡിങ്സിന് പേയ്മെൻ്റ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് സാധ്യമെങ്കിൽ മാത്രം, നിങ്ങൾക്കതിന് കഴിയുമെങ്കിൽ മാത്രമേ നിങ്ങളതിനു വേണ്ടി ശ്രമിക്കാവുള്ളൂ. അല്ലെങ്കിൽ ജനറൽ റീഡിങ്സ് നിങ്ങളുടെ എനർജിയെ കണക്റ്റ് ചെയ്ത് വളരെ ശക്തമായൊരു പ്രാർത്ഥനയോട് കൂടിയും ചെറിയ രീതിയിലൊരു മെഡിറ്റേഷൻ, ബ്രീത്തിങ് മെഡിറ്റേഷൻ എടുത്തുകൊണ്ട് തന്നെ നിങ്ങളത് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും റെസനേറ്റ് ആയിട്ടുള്ള ഒരു റീഡിങ്സ് ലഭിച്ചിരിക്കും. വളരെ വ്യക്തമായിട്ട് പ്രപഞ്ചം നിങ്ങൾക്കൊരു ഉത്തരം നൽകിയിരിക്കും. അതിൽ യാതൊരു സംശയവുമില്ല കേട്ടോ. അപ്പം നിങ്ങളെ ആ ഒരു പേഴ്സൺ എത്രത്തോളം ആഴത്തിലാണ് സ്നേഹിക്കുന്നതെന്നും ആ വ്യക്തി നിങ്ങളിലേക്ക് അത് പ്രകടിപ്പിക്കാൻ, നിങ്ങൾക്ക് ആ ഒരു പ്രസൻസ് നൽകാൻ ആഗ്രഹിക്കുന്നുണ്ടോ, ഉണ്ടെങ്കിൽ അത് എത്ര പെട്ടെന്ന് എത്ര സമയമെടുക്കും നിങ്ങളിലേക്ക് വന്നു ചേരാനെന്നുമാണ് നമ്മൾ നോക്കുന്നത്. നൈറ്റ് സോഴ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ചേഞ്ചിങ് അവരുടെ ലൈഫിൽ ഇപ്പോൾ കണക്റ്റഡ് ആകുന്നുണ്ട്. അവർക്കൊരു ഉൾവിളി വന്നതുപോലെ, അല്ലെങ്കിൽ അവരെ ആരോ ഗൈഡ് ചെയ്യുന്നത് പോലെ നിങ്ങൾ പാസ്റ്റിലേക്കൊന്ന് തിരിഞ്ഞു നോക്കൂ. നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, നിങ്ങളൊരു കർമ്മ എനർജിയിലാണ് നിൽക്കുന്നത്. അപ്പം നിങ്ങളിപ്പം ഒന്ന് മുങ്ങി താണുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ്. അതിൻ്റെ മെയിനായിട്ടുള്ള കാരണം നിങ്ങളുടെ പാസ്റ്റിലാണ്. നിങ്ങൾ പാസ്റ്റിലേക്കൊന്ന് തിരിഞ്ഞു നോക്കൂ എന്ന് നിങ്ങളുടെ വ്യക്തിയോട് എനർജി വൈബിൽ, അതായത് ഒരു ഡിവൈൻ ബ്ലെസ്സിങ്സിലൂടെ അവരെ അറിയാൻ ശ്രമിക്കുന്നു, അവരെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഡിസംബർ മാസത്തിൻ്റെ എനർജിയും വളരെ സ്ട്രോങ് ആയിട്ടുണ്ട്. മാർച്ച് മാസത്തിൻ്റെ എനർജി വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ മെയ് മാസത്തിൻ്റെ എനർജിയും വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട്. എപ്പോഴും ഏപ്രിൽ മാസത്തിൻ്റെ എനർജി ഒരു ഹാഫായിട്ടെങ്കിലും ഒരു കണക്റ്റഡ് ആവാറുണ്ട് കേട്ടോ. അതെപ്പോഴും നമ്മുടെ ഈ ഒരു എനർജിയിലേക്ക് വരുന്ന ഒരു ഇതാണ് ഏപ്രിൽ മാസം. അത് ഒരു ഹാഫ് എനർജി എങ്കിലും അതിനകത്തേക്ക് കണക്റ്റഡ് ആയി നിൽക്കാറുണ്ട് കേട്ടോ. എന്താണെങ്കിലും ഇത്രയും എനർജികൾ നമുക്ക് കണക്റ്റഡ് ആയിട്ടുണ്ട്. ബാക്കിയുള്ളവർ അത് നിങ്ങളുടെ പ്രസൻസിലൂടെ കണക്റ്റഡ് ആക്കി എടുക്കുക. നൈറ്റ് സോഴ്സ് ആണ് വന്നിരിക്കുന്നത് ഫസ്റ്റ് തന്നെ. അതായത് തിരിച്ചറിവിൻ്റെ ഒരു സമയമാണ്. എവിടെയാണ് മിസ്റ്റേക്ക് വന്നതെന്നും എന്താണ് ലൈഫിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നതെന്നും അതിനുള്ള പ്രതിവിധി എന്താണെന്നും ഒക്കെ ഇവരെ മനസ്സിലാക്കി കൊടുക്കുന്ന തരത്തിലുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് ഇവർ കടന്നു പോകുന്നത്. തിരിഞ്ഞു നോക്കേണ്ടി വരുന്നത്, അല്ലെങ്കിൽ വളരെ ഫാസ്റ്റായിട്ട് വളരെ ശക്തമായി നിങ്ങളിലേക്ക് വന്ന് ചേരേണ്ട ഒരു സമയമായിട്ട് തന്നെയാണ് നമുക്ക് ഈ ഒരു എനർജിയിലേക്ക് കാണുന്നത്. അപ്പോൾ ഇതിനകത്തേക്ക് നോക്കുമ്പം കിങ് ഓഫ് കപ്സിൻ്റെ എനർജിയും പേജ് ഓഫ് കപ്സിൻ്റെ എനർജിയും ദ ഹയറോഫെൻറ്റും 7 ഓഫ് കപ്സും ഒക്കെ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട്. പ്ലസ് കിങ് ഓഫ് പെൻഡിക്കിൾസ് വന്നിട്ടുണ്ട്, കിങ് ഓഫ് സോഴ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്, കിങ്ങുകൾ വളരെ പവർഫുള്ളായിട്ട് വന്നിട്ടുണ്ട്. മസ്കുലൻ എനർജിയാണ് ഇന്നത്തെ ഈ റീഡിങ്സിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ട് വന്ന് നിൽക്കുന്നതായിട്ട് കാണുന്നത്. പ്ലസ് ടെമ്പറൻസും വന്ന് നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനകത്തേക്ക് ടോട്ടലി നോക്കുമ്പം അന്ധമായൊരു സ്നേഹമുണ്ടെങ്കിലും അത് പ്രകടിപ്പിക്കാൻ പറ്റാത്ത വിധമുള്ള പ്രതിസന്ധികളും ഭയവും തടസ്സങ്ങളും മറ്റു തേർഡ് പാർട്ടി പ്രസൻസുകളുടെ എനർജിയും എല്ലാം ഈ ഒരു റിലേഷനിൽ വളരെ സ്ട്രോങ് ആയിട്ടുണ്ട്. അതായത് ഭയപ്പെടുന്ന ചില സമയങ്ങളും വരും വരായികകളെക്കുറിച്ച് ചിന്തിക്കുമ്പം വളരെ അസ്വസ്ഥമായി പോകുന്ന സാഹചര്യങ്ങളും, എന്നാൽ സ്വന്തമാക്കാൻ പറ്റുന്ന അവസരങ്ങൾ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുത്തി കളഞ്ഞല്ലോ എന്നുള്ള, അതായത് നിങ്ങളെ അവർക്ക് പൂർണ്ണമായിട്ടും കണക്റ്റ് ചെയ്ത് എടുക്കാൻ പറ്റുമായിരുന്നു.
അവരൊന്ന് മനസ്സ് വെച്ചിരുന്നെങ്കിലോ, ഒന്ന് ഉറച്ച തീരുമാനത്തിലോ, ഒന്ന് നല്ല ഒരു സ്ട്രോങ് ആയിട്ടൊരു ആക്ഷൻ എടുത്തിരുന്നെങ്കിൽ, പക്ഷെ അതെല്ലാം കയ്യിൽ നിന്നും വഴുതിപ്പോയി. അതായത് കയ്യിൽ കിട്ടിയത് വഴുതിപ്പോയ ഒരു സിറ്റുവേഷൻസും ഒക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ശരിക്കും ആക്ഷൻ എടുക്കേണ്ട സമയത്ത് കൺഫ്യൂഷൻ ഫീൽ ചെയ്തു എന്നുള്ളത് അവർ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. ആ ഒരു കൺഫ്യൂഷൻ്റെ കാരണം മൂൺ എനർജി, ചന്ദ്രദശയുടെ പ്രസൻസ് ഇവർക്ക്, നിങ്ങളുടെ പേഴ്സണ് വളരെ നെഗറ്റീവായിരുന്നു. അതായത് വിരക്തി, നിരാശ, മടുപ്പ്, ഒന്നിനോടും ആഗ്രഹം തോന്നാത്തൊരു ഫീലിങ്സ്, ഇതിലൂടെ എല്ലാം കടന്നു പോകേണ്ടി വന്നു. വിരഹം അനുഭവിക്കേണ്ട ഒരു യോഗം നിങ്ങളുടെ വ്യക്തിയിൽ വളരെ സ്ട്രോങ് ആയിട്ടുണ്ടായിരുന്നു. അതെല്ലാം തന്നെയാണ് നിങ്ങളുമായിട്ടുള്ള റിലേഷനിൽ ഒരു ബ്ലോക്കേജ് വരാനുണ്ടായ കാരണം. പക്ഷേ ചെറിയ തടസ്സങ്ങളെ വലിയ തടസ്സങ്ങളാക്കി തീർത്തു. നമ്മൾ ചെയ്യേണ്ടതുകൂടി നമ്മൾ ചെയ്യണം. പ്രപഞ്ചവും സിറ്റുവേഷൻസുകളൊക്കെ നമുക്ക് അനുകൂലമാകുമ്പോഴും നമ്മൾ അവിടെ കണ്ണടച്ചു മടി പിടിച്ചിരുന്ന് കഴിഞ്ഞാൽ അതെല്ലാം നമുക്ക് തടസ്സമായിട്ട് പോവുകയുള്ളൂ. അതൊന്നും നമ്മൾക്ക് പ്രയോജനകരമാവില്ല. അതായത് ഏത് കാര്യത്തിലായാലും നമുക്കിപ്പോൾ മാനിഫെസ്റ്റേഷൻ ചെയ്യാനും അഫർമേഷൻസ് എഴുതാനൊക്കെ പറയുമ്പോഴും നിങ്ങൾ അതിന് വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യണം. ഒരു ജോലി സംബന്ധമായിട്ടാണെങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും അതിനുവേണ്ടി ശ്രമിക്കണം. അല്ലാണ്ട് ഇത് എഴുതി വെച്ചിട്ട് അവിടെ കിടന്ന് ഉറങ്ങിയിട്ടൊന്നും കാര്യമില്ല. അതുപോലെ ഫിനാൻസിന് വേണ്ടിയിട്ടാണെങ്കിലും സാമ്പത്തികം ഇത്രത്തോളം എനിക്ക് എല്ലാ മാസവും എല്ലാ ദിവസവും ലഭിക്കണമെന്ന് ചിന്തിച്ചിട്ട് നിങ്ങൾ വാതിലടച്ച് കിടന്ന് ഉറങ്ങിയിട്ട് കാര്യമില്ല. നമ്മൾ അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുക അങ്ങോട്ട് ചെയ്യുമ്പോഴാണ് താൻ പാതി ദൈവം പാതി എന്ന് പറയുന്നത് പോലെ നമ്മൾ ചെയ്യേണ്ടത് ചെയ്യുക, ബാക്കി പ്രപഞ്ചം ചെയ്യേണ്ടത് നമുക്ക് വേണ്ടി ചെയ്തുകൊള്ളുമെന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞതുപോലെ ഇവിടെ നിങ്ങൾക്ക് അനുകൂലമായിരുന്നു, കൂടിച്ചേരാനുള്ള യോഗം ഉണ്ടായിരുന്ന പല സമയങ്ങളും നിങ്ങൾക്കിടയിൽ ആ ഒരു ടൈം വരുമ്പം നിങ്ങൾക്കൊരു പരീക്ഷണഘട്ടം വരികയും രണ്ടുപേരും രണ്ട് ദിശയിലേക്ക് മാറിപ്പോവുകയും ചെയ്യും. ഒന്നെങ്കിൽ ആ വ്യക്തിയുടെ പ്രോബ്ലംസ് കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രോബ്ലംസ് കൊണ്ടോ എങ്ങനെയെങ്കിലും രണ്ടുപേരും രണ്ട് ധ്രുവങ്ങളിലേക്ക് മാറിപ്പോകുന്ന ഒരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. കിങ്ങുകളുടെ എനർജി വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് അവർ ഫോക്കസ് ചെയ്യുന്ന കാര്യത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് കൊടുത്തിരുന്ന ഒരു പേഴ്സണാലിറ്റിയാണ് ഇവരുടേത്. പിന്നെ ഈഗോയ്ക്ക് യാതൊരു കുറവുമില്ല. സെൽഫിഷ്, ഞാൻ എന്ന ഭാവത്തിന് വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻസുമാണ്. അതായത് തോറ്റുപോകുക അല്ലെങ്കിൽ മറ്റൊരാളോടൊരു അഡിക്ഷൻ ഉണ്ട്, ഒരു വല്ലാത്തൊരു അട്രാക്ഷൻ ഉണ്ട് എന്ന് പ്രകടിപ്പിക്കാനൊക്കെ കുറച്ച് വിമിഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടറാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ കിങ് ഓഫ് സോഴ്സ് ആണ് ഇവിടെ വന്ന് നിൽക്കുന്ന എനർജി. കിങ് ഓഫ് സോഴ്സ് എന്ന് പറയുമ്പോൾ അവരുടെ ഉറക്കം കെടുത്തുന്നു, അവർ വല്ലാതെ മാനസിക വിഭ്രാന്തി അനുഭവിക്കുന്നു, അവർക്കൊരു സമാധാനമില്ലാത്ത, സ്വസ്ഥതയില്ലാത്ത, അവരുടെ സാഹചര്യങ്ങൾ പോലും അവർക്ക് അനുകൂലമല്ല. വല്ലാതെ നെഗറ്റീവ് പ്രസൻസുകൾ ഒരുപാട്, അതായത് കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസുകൾ ഉണ്ടാകുന്നു. നല്ല രീതിയിൽ കാര്യങ്ങളെ തീരുമാനിച്ച്, ബുദ്ധിപൂർവ്വം കാര്യങ്ങളെ തീരുമാനിച്ച് ഇവർക്ക് ആക്ഷൻ എടുക്കാൻ പറ്റുന്നില്ല. ഇവരുടെ ചിന്തകളെല്ലാം നെഗറ്റീവായി തീരുന്നു. ഇവരെന്തിനെയോ പേടിക്കുന്നു. ഒരു പക്ഷേ അവർക്ക് വലിയ ശക്തമായ കുറ്റബോധം, മുൻ സമയങ്ങളിൽ നിങ്ങളോട് ചെയ്തതിനെക്കുറിച്ചുള്ള കുറ്റബോധം അവരെ വേട്ടയാടുന്ന സിറ്റുവേഷൻസും കാണുന്നുണ്ട്. അതുപോലെ ഒരു വിയോഗത്തിൻ്റെ ഫീലിങ്സ്, നഷ്ടപ്പെട്ടതിൻ്റെ ആഴത്തിലുള്ളൊരു ഫീലിങ്സും അവരെ കണക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇവരിലേക്ക് വന്നു ചേരുന്നത്, ഇവർക്ക് ഒരു ഇല്ലാതെ ഒരു സിറ്റുവേഷൻ ഇവരുടെ ലൈഫിൽ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്യുന്നത് നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയെ മനസ്സിലാക്കുക, അല്ലെങ്കിൽ നിങ്ങൾ അവിടെ അനുഭവിക്കുന്ന ആ ഒരു പെയിൻഫുള്ളായ എനർജിയെ ഇവരിലേക്ക് കണക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സംഭവിക്കുന്ന ചില ലീലാവിലാസങ്ങളെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അതുപോലെ തന്നെ വളരെ ഫാസ്റ്റായിട്ട് അവർക്കിടെ മനസ്സ് പറയുന്നത് നിങ്ങളിലേക്ക് വന്ന് ചേരാൻ പറ്റണം, നിങ്ങളിലേക്ക് വന്ന് ചേരണമെന്ന് ആഗ്രഹിക്കുന്നു. അതിന് ആക്ഷൻ എടുക്കാമെന്ന് ചിന്തിക്കുമ്പോഴും അവിടെ ഒരു കൺഫ്യൂഷൻ വരുന്നുണ്ട് അവർക്ക്. കൺഫ്യൂഷൻ്റെ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് ഈഗോ തന്നെയാണ്, സെൽഫിഷ് മെൻറ്റാലിറ്റി. നിങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർ ഇത്രയും നാളും കെട്ടിപ്പടുത്തുയർത്തി അവരുടെ ആത്മാഭിമാനം ഇടിഞ്ഞു പോകുമോ? ഒരു പക്ഷേ നിങ്ങളെ അത്രത്തോളം അവർ മോശമായി കണ്ടിട്ടുണ്ടാവാം, നിങ്ങളോടും വളരെ മോശമായ രീതിയിൽ ബിഹേവ് ചെയ്തിട്ടുണ്ടാവാം. നിങ്ങളെ വാല്യൂ കൽപ്പിക്കാത്ത വിധം ശരിക്കും ഈ ഒരു പേഴ്സൺ നിങ്ങളെ മാനസികമായും ശാരീരികപരമായും പെയിൻഫുള്ളാകുന്ന സിറ്റുവേഷൻസിലേക്ക് തള്ളിയിട്ടിട്ടുണ്ടാകാം. അതുകൊണ്ട് തന്നെയാണ് ഇപ്പം ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് ഇത്രത്തോളം ഡിസ്റ്റർബ്, മനസ്സ് അസ്വസ്ഥമാണെങ്കിലും നിങ്ങളിലേക്ക് വന്ന് ചേരാൻ പറ്റിയിരുന്നു എങ്കിൽ, നിങ്ങളോടൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിച്ചിരുന്നു എങ്കിലെന്ന് ചിന്തിക്കുമ്പോഴും അവർ പിറകോട്ട് വലിക്കുന്നത് അവരുടെ ചെറിയ ചെറിയ പാസ്റ്റിലെ പെരുമാറ്റങ്ങൾ, അവർ ചെയ്തു കൂട്ടിയ ചില കാര്യങ്ങൾ തന്നെയാണ്. എന്താണേലും ഈ ഒരു റിലേഷനിൽ അവർ ശക്തമാകുന്ന കർമ്മ അനുഭവിക്കുന്നുണ്ട് കേട്ടോ. അവർക്കൊന്നും ചെയ്യാൻ പറ്റാതെ ടോട്ടലി അവർ
ഒരു പൂട്ടി എന്ന് തന്നെ നമുക്ക് പറയാം. അവർക്ക് അനങ്ങാൻ പറ്റാത്ത വിധം അവരൊരു സ്ട്രഗിൾ എനർജിയിലാണ്. കാരണം അവരെന്ത് ആക്ഷൻ എടുത്താലും അതെല്ലാം പൊട്ടിത്തെറികളായിരിക്കും. അവർക്ക് വലിയ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരുന്ന സിറ്റുവേഷൻസ് ആയിട്ടാണ് കാണുന്നത്. 7 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. ഓപ്പർച്യൂണിറ്റീസ് ഒരുപാടുണ്ടായിരുന്നു അവർക്ക്. അവർ അഹങ്കാരിക്കാവുന്ന രീതിയിൽ അവരെ തന്നെ മറന്ന്, അവരുടെ പൊസിഷൻ മറന്ന്, അവരെന്താവണം ഫ്യൂച്ചറിൽ എന്നുള്ള ചിന്തകളെ എല്ലാം മറന്ന് അവർ അഹങ്കരിച്ച് അല്ലെങ്കിൽ ആസ്വദിച്ച ഓപ്പർച്യൂണിറ്റീസുകളുടെ എനർജി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പം അതെല്ലാം ഒരു ഭാരമാണ്. സ്ട്രഗിൾ ചെയ്യുകയാണ്. ഒരു പ്രകാശം, ഒരു വെട്ടം തേടി അലയുന്ന, എവിടെയാണ് ഒരു സ്വസ്ഥത, എവിടേക്കാണൊന്ന് ഓടി രക്ഷപ്പെടുക എന്ന് ചിന്തിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഇവർ മാറിയിരിക്കുന്നതായിട്ടും ഇവരുടെ സാഹചര്യം, ഇവരിപ്പോൾ അനുഭവിക്കുന്ന സിറ്റുവേഷൻസിൻ്റെ അവസ്ഥ വളരെ മോശമാണ്. ഇതെല്ലാം ഓപ്പർച്യൂണിറ്റീസിൽ ഇവരെടുത്ത തീരുമാനങ്ങൾ, അതിനോടൊക്കെ തോന്നി അന്ധമാകുന്ന അട്രാക്ഷനൊക്കെ തന്നെയാണ് ഇവർ സ്ട്രഗിൾ ചെയ്യേണ്ടി വരുന്നത്. ദ മൂൺ എനർജിയുടെ പ്രസൻസ് ആണ്. ശരിക്കും അവർ ഒരു സെക്കൻഡ് ചാൻസ് എനർജി ആഗ്രഹിക്കുന്നൊരു സിറ്റുവേഷൻസ്, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് അവർ പ്രെയർ ചെയ്യുന്നൊരു സിറ്റുവേഷൻസാണ്. അവർ ശരിക്കും ഒരു പ്രൊട്ടക്ഷൻ ആവാൻ ശ്രമിക്കുന്നുണ്ട്. അവരുടെ ആ ഒരു ഭാഗത്തേക്ക് ഒരു രീതിയിലും പ്രശ്നങ്ങൾ വന്ന് ചേരാതെ ഇരിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. പ്ലസ് ഇവർ ചിന്തിക്കുന്നത് എങ്ങനെയെങ്കിലും നിങ്ങളുമായിട്ടൊരു സെക്കൻഡ് ചാൻസ് എനർജി വേണം. നല്ല രീതിയിൽ ഒരു പക്ഷേ നല്ലൊരു റിലേഷനായിട്ടാണെങ്കിലും ഈ ഒരു ബന്ധത്തെ കൊണ്ടുപോകണം. ഈ ബന്ധത്തിൽ ഉണ്ടാക്കിയ ഓരോ പ്രശ്നങ്ങളെയും ക്ലാരിറ്റി വരുത്തണം. കാരണം അവരതെല്ലാം ചിന്തിക്കുന്നുണ്ട്. പ്രശ്നങ്ങളില്ലാത്ത സമയത്തും പ്രശ്നങ്ങൾ ഉണ്ടാക്കി നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൽ ഈ പേഴ്സൺ വിള്ളലുകൾ ഉണ്ടാക്കിയ ഒരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ഇപ്പോൾ അവരെ സംബന്ധിച്ച് ഭയങ്കരം ഒരു നിരാശയും കുറ്റബോധവും ഒക്കെ ഫീൽ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ഈ വ്യക്തിയെ സംബന്ധിച്ച് ഈ ഒരു പേഴ്സൺ വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങളുടെ വിശ്വാസത്തെ ഇവർ ശരിക്കും മിസ്യൂസ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങളെന്ന് പറയുന്ന വ്യക്തിക്ക് വാല്യൂ നൽകേണ്ട ആവശ്യമില്ല, ഇത് നോർമലി വന്നു പോയി, അത്രയും മതി എന്നുള്ള ഒരു ചിന്തയും ഇവരിലുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് അവരിപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രാപ്പ് എനർജിയിലാണ്. അവർ ചിന്തിക്കുന്നത് നല്ലതും ചീത്തയും തിരിച്ചറിയാൻ കഴിയാതെ പോയൊരു പാസ്റ്റ് ആണല്ലോ എൻ്റെ ലൈഫിൽ ഉണ്ടായത്. ഇനി ആ ഒരു അവസ്ഥയിൽ നിന്നും പുറത്ത് കടക്കാനായിട്ട് പോസിറ്റീവായിട്ട് ചിന്തിച്ച് വിവേകത്തോടു കൂടി ഒരു റീയൂണിയൻ പ്രസൻസോട് കൂടി, അതായത് നിങ്ങളെ എത്രത്തോളം ആഴത്തിൽ സ്നേഹിച്ചോ അത് നിങ്ങളോടൊന്ന് പ്രകടിപ്പിക്കണം. അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹത്തിൻ്റെ ആഴം അവർ മനസ്സിലാക്കി, നിങ്ങൾ എത്രത്തോളം അഡ്ജസ്റ്റ് ചെയ്തു, എത്രത്തോളം മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡോട് കൂടി പോകാൻ ശ്രമിച്ചു, ഇതെല്ലാം മനസ്സിലായെന്നും അത് നിങ്ങൾക്ക് തിരിച്ച് അൺകണ്ടീഷണലായിട്ട് നൽകണമെന്നും ഒരു മിറാക്കിൾ ഈ ഒരു റിലേഷനിൽ നിങ്ങളെയും അവരെയും കണക്ട് ചെയ്ത് ഒരു മിറാക്കിൾ ഇതിനകത്ത് സംഭവിക്കട്ടെ എന്നുമാണ് ഇപ്പം കറൻറ്റ്ലി അവർ ചിന്തിക്കുന്നത്. ശരിക്കും നിങ്ങളിൽ തന്നെയാണ് ഇപ്പം ആ വ്യക്തി ഫോക്കസ് ചെയ്യുന്നത്. നിങ്ങളുടെ ചിന്തകളിൽ തന്നെയാണ് ആ ഒരു പേഴ്സൺ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതും. പക്ഷേ ഇവിടെ മെയിനായിട്ടുള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്തെങ്കിലും അവരായിട്ട് വരാതെ നിങ്ങളായിട്ട് അവരിലേക്ക് വന്നു ചേരട്ടെ എന്നുള്ള ചില തന്ത്രങ്ങൾ അവരുടെ മനസ്സിൽ അപ്പോഴും നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നുണ്ട്. ഇതെല്ലാം ഈ ഒരു ഈഗോയാണ്, സെൽഫിഷ് മെൻറ്റാലിറ്റിയാണ് അങ്ങനെ എല്ലാം ചിന്തിച്ച് കൂട്ടുന്നതിനുള്ള കാരണം എന്നുള്ളതുമാണ് കാണാൻ സാധിക്കുന്നത്. ക്യൂനോസോഴ്സിൻ്റെ എനർജിയാണ് സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത്. നിങ്ങൾക്ക് ന്യായം ലഭിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളൊരു ജഡ്ജ്മെൻറ്റിങ് എനർജിക്ക് അർഹമുള്ള വ്യക്തിയാണ് എന്നുള്ളത് അവർ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ജഡ്ജ്മെൻറ്റ് ലഭിച്ചിരിക്കും, അത് കാലം കണക്റ്റ് ചെയ്തിരിക്കുമെന്നുള്ളതും അവർ ചിന്തിക്കുന്നുണ്ട്. ശരിക്കും അവർ കംഫർട്ട് സോണിൽ നിൽക്കാൻ ശ്രമിക്കുമ്പോഴും അവരുടെ ഉള്ളിൽ ശക്തമാകുന്ന ഭയം വരുന്നുണ്ട്. അതായത് വരാൻ പോകുന്നത് എന്താണ് എന്നുള്ളത്, അല്ലെങ്കിൽ ഇനി ഞാൻ എൻ്റെ ഈ ലൈഫിൽ നേരിടേണ്ടി വരാൻ പോകുന്നത് എന്താണ് എന്നുള്ള ആ ഒരു ഭയം അവരെ
ശക്തമായിട്ട് പിടിമുറുക്കിയിരിക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത്. ശരിക്കും നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് അവർക്ക് ഈഗോ ഉണ്ടെങ്കിലും അതിനപ്പുറം അവരുടെ ഉള്ളിലൊരു ഭയവും ഉണ്ട് കേട്ടോ. കാരണം നിങ്ങൾ ഇനി എങ്ങനെയായിരിക്കും ഈ ഒരു പേഴ്സണോട് പെരുമാറുക, നിങ്ങൾ ഏത് രീതിയിലായിരിക്കും ബിഹേവ് ചെയ്യുക, ഈ വ്യക്തിയെ ഇനി നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുമോ, അല്ലെങ്കിൽ ഈ വ്യക്തി ചെയ്തതിന് പകരം വീട്ടുമോ, ഇങ്ങനെയുള്ള കുറേ ചിന്തകളും അവരെ വല്ലാതെ അലട്ടുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾക്കിപ്പോൾ ഇമോഷൻസ് ഉണ്ടോ, അതോ നിങ്ങളുടെ മനസ്സിൽ നിന്ന് ആ വ്യക്തിയോട് ഉണ്ടായിരുന്ന പാസ്റ്റിൽ ഉണ്ടായിരുന്ന ഇമോഷൻസ് ഒക്കെ നഷ്ടപ്പെട്ടോ, ഇങ്ങനെയൊക്കെയുള്ള കുറേ ചിന്തകൾ അവരിലൂടെ കണക്ട് ചെയ്ത് കടന്നു പോകുന്നുണ്ട്. ടെമ്പറൻസ് എനർജിയാണ് കാണുന്നത്. ശരിക്കും ദുഃഖിക്കുകയാണ് കേട്ടോ, ശരിക്കും മാനസികപരമായിട്ട് തകർന്ന അവസ്ഥയിലാണ്. തകർന്ന അവസ്ഥ മാത്രമല്ല, നിങ്ങളുടെ ഓർമ്മകളെ കെട്ടിപ്പിടിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ ഓർമ്മകളിൽ ജീവിക്കാം ഇനിയെന്ന് ചിന്തിക്കുന്ന, നിങ്ങൾ എത്രത്തോളം ക്ഷമയോടുകൂടിയും എത്രത്തോളം പ്രഷ്യസ് ആയിട്ടാണ് ഈ പേഴ്സണോട് പെരുമാറിയത്, അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് വേണ്ടിയിട്ട് നിലകൊണ്ടതെന്നും എല്ലാം ഈ ഒരു പേഴ്സൺ ഇപ്പം മനസ്സിലാക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ ക്ഷമയോടുകൂടി ഈ ഒരു ബന്ധത്തിൽ നിൽക്കുമ്പോഴുമെല്ലാം ഈ വ്യക്തി അവിടെ ഒരു ഇംബാലൻസിങ് എനർജി, പൊരുത്തക്കേടുകൾ ക്രിയേറ്റ് ചെയ്യുകയായിരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് ഓരോന്നിനും തൊട്ടതിനും പിടിച്ചതിനും എല്ലാം അവർ ഇതിങ്ങനെ ചെയ്താൽ ഇതെല്ലാം സംഭവിക്കും, അല്ലെങ്കിൽ അതിനെയൊന്നും അംഗീകരിക്കാത്ത രീതിയിൽ, നിങ്ങൾക്ക് യാതൊരു വാല്യൂം കൽപ്പിക്കാത്ത രീതിയിൽ എല്ലാം ഒരു ഇംബാലൻസിങ് എനർജിയിലൂടെ ഇവർ കണക്റ്റ് ചെയ്തതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പം ഇതും നിങ്ങളുടെ ആ ഒരു ക്ഷമയും പ്രഷ്യസ്നെസ്, ഒരു പക്ഷേ നിങ്ങൾ ഇവരുടെ മുന്നിൽ മാത്രമായിരിക്കും ഇത്രത്തോളം ക്ഷമയോടും സഹനത്തോടും കൂടി നിന്നിട്ടുള്ളത്. നല്ല പവർഫുള്ളായ, സ്ട്രോങ് ആയ, നല്ല പേഴ്സണാലിറ്റി എനർജിയൊക്കെയുള്ള നല്ലൊരു വ്യക്തിത്വമൊക്കെ ഉള്ളൊരു പേഴ്സൺ തന്നെയാണ് നിങ്ങൾ. പക്ഷെ നിങ്ങൾ ഈ ഒരു വ്യക്തിയുടെ മുന്നിൽ അതെല്ലാം മാറ്റിവെച്ച് വളരെ ലളിതമായ, വളരെ സഹനത്തോടു കൂടി, ക്ഷമയോടുകൂടി നിന്നൊരു സമയങ്ങളൊക്കെ നമുക്ക് കാണാനും സാധിക്കുന്നുണ്ട്. അതവർ മനസ്സിലാക്കുന്നതായിട്ടും നമുക്ക് ഇതിന് എനർജിയിൽ കാണുന്നുണ്ട് കേട്ടോ. പക്ഷെ എന്നാലും നമുക്കിവിടെ പറയാൻ പറ്റുന്നത് അവരുടെ ഉള്ളിൽ എപ്പോഴും ഒരു ഡിലേ ആണ് കേട്ടോ. ആക്ഷൻ എടുക്കണം. നിങ്ങളെ അവർ മനസ്സിലാക്കുന്നുണ്ട്, നിങ്ങളുടെ സ്നേഹം മനസ്സിലാക്കുന്നുണ്ട്, നിങ്ങളെ അവർ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളതും അവർ മനസ്സിലാക്കുന്നുണ്ട്. കാരണം അവരുടെ സോൾ എനർജിയിൽ നിങ്ങളുടെ പേര് കുത്തി വെച്ചിട്ടുണ്ട്. അതിനെ ഒരിക്കലും മാച്ച് കളയാൻ പറ്റാത്ത വിധം എഴുതപ്പെട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് കാണുന്നത്. അപ്പം നിങ്ങളിൽ ഇവർ ഫോക്കസ്ഡ് ആണ് കേട്ടോ. നിങ്ങൾ തമ്മിൽ സെപ്പറേറ്റഡ് ആണെങ്കിലും അകലം കാണിച്ചിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷനൊക്കെ ഉള്ളൂ എങ്കിലും ഓണാൻഡോ സിറ്റുവേഷൻസൊക്കെ അവർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങളിൽ അവർ ഫോക്കസ്ഡ് ആണ്. നിങ്ങളെ ഇങ്ങനെ വാച്ചിങ് ചെയ്യുന്നുണ്ട്. അതുപോലെ നിങ്ങളുമായിട്ടുണ്ടായിട്ടുള്ള ഒരു സ്നേഹം, നിങ്ങൾക്ക് നൽകിയ പെയിൻ, നിങ്ങളെ ശരിക്കും പെയിൻ അനുഭവിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ശരിക്കും നിങ്ങളെ ഈ ഒരു പേഴ്സൺ ഒരു വൈരാഗ്യത്തോടു കൂടി, എന്തോ ഒരു ശത്രുതാഭാവത്തോടു കൂടി നിങ്ങളോട് ഈ ഒരു പേഴ്സൺ പാസ്റ്റിൽ പെരുമാറിയിട്ടുള്ളതായിട്ടും അവരൊറ്റയ്ക്ക് അവർ സന്തോഷിക്കുന്നു എന്ന് അഭിനയം നിങ്ങൾക്ക് മുമ്പിൽ കാഴ്ചവെച്ചതായിട്ടും കാണുന്നുണ്ട്. അവർക്ക് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ അവരുടെ ഒറ്റയ്ക്കുള്ള എലോൺ ലൈഫാണ് ഏറ്റവും സുന്ദരമെന്നുള്ളൊരു മട്ടിൽ നിങ്ങളുടെ ഒരു പ്രസൻസിന് അവർ ശരിക്കും ഒരു വാല്യൂ കൽപ്പിക്കാതെ നിങ്ങളെ ശരിക്കും വേദനിപ്പിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഒരു ഹൃദയം പൊട്ടിയ ഒരു ശാപം, അല്ലെങ്കിൽ നിങ്ങളുടെ ആ സമയത്ത് നിങ്ങൾ അനുഭവിച്ച പെയിൻ എനർജിയുടെ ഒരു ശക്തമാകുന്ന തിരിച്ചടി ഇവർ നേരിടേണ്ടി വരുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതിന് നിങ്ങളോടൊപ്പം ഇവർ വന്നാലും, നിങ്ങളിൽ നിന്ന് ഇവർ മാറി നിന്നാലും ഇവർ ചെയ്ത കർമ്മഫലം ഇവർ തീർച്ചയായിട്ടും അനുഭവിക്കുമെന്നുള്ളത് പ്രപഞ്ച സത്യം എന്ന പോലെയാണ് നമുക്ക് എനർജിയിൽ കണക്ട് ചെയ്ത് കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ കൺഫ്യൂസ്ഡ് എനർജിയാണ്. ചില സമയത്തൊരു കൺഫ്യൂഷൻ ഉണ്ട്. അതൊരു ട്രാപ്പ് ഫീലിങ്സ് ആണ് കേട്ടോ. ഒരു ഡബിൾ എനർജിയുടെ പ്രസൻസ് ആണ് ഇവിടെ കൺഫ്യൂഷൻ വരുത്തുന്നത്. അതായത് അവർക്ക് ഒരു പവർ ലോസിങ് ഫീലിങ്സ്, ഈ ഒരു ബന്ധത്തിനകത്ത് വൈകാരികമായ അടുപ്പമാണോ അതോ ഒരു ഫിസിക്കൽ പരമാകുന്ന ഒരു അട്രാക്ഷൻ മാത്രമാണോ എന്നുള്ളൊരു ചിന്ത, ഒരു തോട്ട്സ് അവരെ വല്ലാതെ പിടികൂടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം അതും തേർഡ് പാർട്ടി പ്രസൻസിൻ്റെ എനർജി. തേർഡ് പാർട്ടി പ്രസൻസ് എന്ന് പറഞ്ഞാൽ എന്തും ആവാം കേട്ടോ. സാഹചര്യമാവാം, ഫാമിലി ആവാം, മറ്റു ഫ്രണ്ട്ഷിപ്പ് എനർജി ആവാം, ഒരു പേഴ്സൺ ആവാം. അപ്പോൾ തേർഡ് പാർട്ടി എനർജിയുടെ പ്രസൻസും എല്ലാം ഇതിനകത്ത് സ്ട്രോങ് ആയിട്ട് കണക്ട് ചെയ്ത് നിൽക്കുമ്പം കൺഫ്യൂസ്ഡ് എനർജിയാണ് ഫീൽ ചെയ്യുന്നതായിട്ട് കാണുന്നത്. കിങ് ഓഫ് പെന്റിക്കിൾസിൻ്റെ എനർജിയാണ് കേട്ടോ. എത്ര സ്ട്രഗിൾ ചെയ്താലും ഈ പേഴ്സണെ കണ്ടാൽ തോന്നും ഏറ്റവും ഹാപ്പി ആയിട്ട്,
ഏറ്റവും സമ്പൽ സമൃദ്ധിയിൽ ഏറ്റവും സന്തോഷത്തോടു കൂടി പോകുന്ന ഒരു പേഴ്സണായിട്ടും ഒരുപാട് ബന്ധങ്ങളുണ്ട്, ലൈഫിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസുകളുള്ള ഒരു വ്യക്തിയായിട്ടും ഒക്കെ തന്നെയാണ് നമുക്ക് കറൻറ്റ്ലിയും കാണാൻ സാധിക്കുന്നത്. ഇവർ മാനസിക വിഷമം അനുഭവിച്ചാണ് കടക്കുന്നതെങ്കിൽ ഇവർ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിലും ഒരുപാട് ലോസ് ഫീലിങ്സ് ഫിനാൻഷ്യലി ആണെങ്കിലും ഹെൽത്ത് വൈസ് ആണെങ്കിലും ഒക്കെ ഇവർക്ക് എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസുകൾ ഉണ്ടെങ്കിലും ബാഹ്യമായിട്ട് ഇവരെ കാണുന്ന സമയത്ത് നമുക്ക് ആർക്കും പറയാൻ സാധിക്കില്ല ഇവരൊരു പ്രശ്നത്തിലുള്ള വ്യക്തിയാണെന്ന്. അത്രത്തോളം ഹാപ്പിനെസ് ആയിരിക്കും. അതുപോലെ ബന്ധങ്ങളിൽ അവർ കണക്റ്റ് ചെയ്ത് നിൽക്കുകയും ചെയ്യും. ഒരുപാട് സൗഹൃദ വലയങ്ങൾ ഇവർക്ക് ചുറ്റുമുള്ളതായിട്ടും കാണുന്നുണ്ട്. എന്താണേലും ഫ്യൂച്ചർ പ്ലാനിങ്ങിൽ ഇവരെ സംബന്ധിച്ച് തേർഡ് സിറ്റുവേഷൻസിനെയും നിങ്ങളെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റിയാൽ അതങ്ങനെ കൊണ്ടുപോകാം എന്നുള്ള ഒരു ചിന്ത കർമ്മ ഹീലിങ്ങിന് വേണ്ടിയിട്ട്, കർമ്മയിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇവർ ചിന്തിക്കുന്നതായിട്ടുള്ള എനർജിയും കാണുന്നുണ്ട്. ചിലരെ സംബന്ധിച്ചൊരു ലോങ് ഡിസ്റ്റൻസ് ആണെങ്കിൽ ഒരു വെയിറ്റിംഗ് എനർജിയാണ് കേട്ടോ. ഒരു ട്രാവലിങ്ങിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന സിറ്റുവേഷൻസും ചില എനർജികളിൽ നമുക്കിവിടെ കാണുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് ഒരു 2 ഫേസ് എനർജിയുടെ പ്രസൻസ് കാണുന്നുണ്ട്. ഒരു പക്ഷേ പുറമേ ഭയങ്കരമായിട്ടും ഇച്ചിരി ദേഷ്യവും ഇച്ചിരി ഒരു സ്ട്രോങ് ആണെങ്കിലും ഉള്ളുകൊണ്ട് വളരെ നിഷ്കളങ്കമായി പെരുമാറുന്ന, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, പെട്ടെന്ന് മറ്റുള്ളവർക്ക് മിസ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പേഴ്സണാലിറ്റിയും ആവാം ഈ ഒരു വ്യക്തിനെ. എല്ലാവരെയും പെട്ടെന്ന് വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ എല്ലാവരുമായിട്ട് പെട്ടെന്ന് ഇണങ്ങിച്ചേരുന്ന ഒരു ക്യാരക്ടറും ഉണ്ടാവാം. അതും പുറമേ ഭയങ്കരമായിട്ടൊരു സ്ട്രോങ് വ്യക്തിയാണെങ്കിലും ഇങ്ങനെയുള്ള ചില ബലഹീനതകൾ ഈ വ്യക്തിയുടെ ഉള്ളിൽ ഉണ്ട്. അപ്പോൾ അതും ഈ ഒരു വ്യക്തിനെ മറ്റുള്ളവർക്കൊക്കെ മിസ്യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ പറഞ്ഞ് തിരുത്തിയെടുക്കാനൊക്കെ പറ്റുന്നൊരു പേഴ്സണാലിറ്റിയാണ്. ആരെന്ത് പറഞ്ഞാലും അത് ശരിയാണെന്ന് പെട്ടെന്ന് ചിന്തിച്ച് അതിലേക്ക് ഫോക്കസ് ചെയ്യുന്ന വ്യക്തികളുടെ ക്യാരക്ടറും ഇതിനകത്ത് കാണുന്നുണ്ട്. എന്താണെങ്കിലും നിങ്ങൾ അനുഭവിക്കുന്ന ആ ഒരു പെയിൻ എനർജി, നിങ്ങളുടെ ദുഃഖം, നിരാശ എന്നതിൽ നിന്നും നിങ്ങൾക്ക് പുറത്ത് കടക്കാം. കാരണം നിങ്ങളോട് ഈ ഒരു പേഴ്സണ് കറൻറ്റ്ലി അൺകണ്ടീഷണലായിട്ടുള്ളൊരു അട്രാക്ഷൻ, അതുപോലെ നിങ്ങളുമായിട്ടൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, നിങ്ങളുടെ മുന്നിൽ അവരുടെ ഹൃദയം തുറക്കണം. നിങ്ങളോട് പലത് ഹൈഡ് ചെയ്ത് വെച്ചിട്ടുള്ള വ്യക്തിയായിരുന്നുവെങ്കിൽ, ഒരു ഓപ്പൺ മൈൻഡ് ആയിരുന്നില്ല നിങ്ങളുടെ റിലേഷൻ എങ്കിൽ, ഇനി ഒരു പേഴ്സൻ്റെ പ്രസൻസ് നിങ്ങളിലേക്ക് വരിക എന്നത് നിങ്ങളോട് ആ വ്യക്തിയുടെ ഹൃദയം തുറന്ന് സംസാരിക്കുക, നിങ്ങളോട് കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് പറയുക, നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരിക. ആ വ്യക്തിയുടെ പ്രസൻസ് ഒരു 50% എങ്കിലും അവർ നിങ്ങളോടൊപ്പം എപ്പോഴും ഉണ്ടാകും. പൂർണ്ണമായിട്ടും ഉണ്ടായില്ലെങ്കിലും എന്ന് പറഞ്ഞ് നിങ്ങളെ മനസ്സിലാക്കി തരുന്ന ഒരു സിറ്റുവേഷൻസിലേക്ക് എനർജി പോകുന്നതായിട്ട് കാണുന്നുണ്ട്. പിന്നെ സമയത്തിൻ്റെ തടസ്സങ്ങൾ ഇതിനകത്തുണ്ട് കേട്ടോ. കുറച്ച് തടസ്സങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ ഒരു ലോങ് ഡിസ്റ്റൻസ് സ്ട്രോങ് ആയിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. എന്താണെങ്കിലും നിങ്ങൾ വെയിറ്റിംഗ് ചെയ്യുക, നിങ്ങൾ കാത്തിരിക്കുന്ന, നിങ്ങൾ എന്താണോ നിങ്ങൾ ഈ ഒരു ബന്ധത്തിൽ നിന്നും ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും വന്നു ചേരും കേട്ടോ. ഒരു 7 മന്ത്സിൻ്റെ എനർജിയൊക്കെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട്. നിങ്ങളിലേക്ക് ആ ഒരു പേഴ്സൻ്റെ പ്രസൻസ് ഒരു കോളോ മെസ്സേജോ ഒക്കെ ആയിട്ട് കണക്റ്റഡ് ആവാൻ 100% സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഫോക്കസ് ചെയ്യുക, പോസിറ്റീവായിട്ട് ചിന്തിച്ച് പോസിറ്റീവായിട്ട് ഫോക്കസ് ചെയ്യുക. തീർച്ചയായിട്ടും മാറ്റങ്ങളാണ് വരാൻ പോകുന്നതെന്നാണ് നമുക്ക് ഈ ഒരു എനർജിയിൽ കാണാൻ സാധിക്കുന്നത് കേട്ടോ.